ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ നാത്തൂൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം ചെയ്തിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പെരുന്നാളിന് എടുത്തിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. രണ്ടെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യത്തേത് ചുരിദാറിൻ്റെ ബിറ്റാണ്, കണ്ടില്ലേ, ഇതുപോലെ പ്യോർ സിൽക്കിൽ വരുന്ന ഒരു ബിറ്റാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. നെക്ക് ഭാഗത്തും അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇടയ്ക്കൊരു വർക്ക് അത് വേറെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ ഷോളും വരുന്നതും സിൽക്കിൽ തന്നെയാണ് കേട്ടോ. പാൻറ്റിൻ്റെ ക്ലോത്ത് പ്ലെയിനാണ്. ഷോളും വന്നിട്ട് നല്ലൊരു പ്രിൻറ്റഡ് വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിന് 1545 കേട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇത് ഗൗണിൽ വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗൗണാണ്. 50 ഇഞ്ചസ് ആണ് കേട്ടോ ഇതിന് ഇറക്കം വരുന്നത്. ഈ ഒരു ക്ലോത്ത് റയോണിലാണ് വരുന്നത്. ഫുൾ ലെങ്ത് ആയിട്ടുള്ളൊരു ഗൗണാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ഡ്രസ്സാണ് ഞാൻ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് കേട്ടോ. അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഉണ്ട്. സ്വിൻ പ്രട്ടി എന്നാണ് കേട്ടോ അവരുടെ പേജിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അതായത് മെയ് 24-നായിരുന്നു കേട്ടോ അവൻ്റെ ബർത്ത്ഡേ. ഹസ്ബൻഡും നാട്ടിലുണ്ടായിരുന്നു ആ സമയത്ത്. ഹസ്ബൻഡ് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളായിരുന്നു കേട്ടോ. ഒരു 15 ദിവസത്തെ ലീവിന് വന്നതായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഇവൻ്റെ ബർത്ത്ഡേ ആയി. എല്ലാവരും ഉണ്ടായിരുന്നു. ഇളച്ചനും സൗദിയിൽ നിന്ന് ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരും വിളിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ വീട്ടുകാർ മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്രതീക്ഷിതമായിട്ട് കുറച്ച് വിരുന്നുകാർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം പുഡിങ് ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അങ്ങനെ ക്യാരറ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചു. പുഡിങ് ചൈന ഗ്രാസ് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പം അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം പാല് തിളപ്പിച്ചിട്ട് അതുപോലെ തന്നെ ചൈന ഗ്രാസും ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് പാല് തിളച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മെൽട്ടായ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് അങ്ങനെയാണ് ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. രാത്രി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് കിടന്നു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റ് ഉടനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. മോന് കരഞ്ഞിട്ടും അതുപോലെ തന്നെ മക്കൾക്ക് മദ്രസയിൽ പോകാനും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് ആ ഒരു ഭാഗമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവരെ മദ്രസയിലോട്ടൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് വന്നതാണ്. അപ്പോൾ സമയം 9 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. മോനെ ഉറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലോട്ട് പോയി ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അമ്മ ഇവിടെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇളച്ചിയുണ്ട് കേട്ടോ, അവളും എന്നെ സഹായിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടിയാണ് എല്ലാതും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കരുതി തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആദ്യം റെഡിയാക്കാമെന്ന്. അങ്ങനെ വലിയുള്ളി തൈരക്കുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി പാത്രത്തിലിട്ടതിന് ശേഷം ക്യാരറ്റാണ് കേട്ടോ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ക്യാരറ്റ് നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ക്യാനിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ അടച്ചു വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇങ്ങനെയായാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്ന് എടുത്താൽ മതി. ഇതിൽ നിന്ന് തന്നെ ഉപ്പേരി ഉണ്ടാക്കാനും എടുക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മോൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കുളിപ്പിക്കാനും അവന് ഡ്രസ്സ് മാറ്റി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് റൂമിലോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ വേഗം അവന് ഡ്രസ്സ് മാറ്റിച്ചിട്ട് അവനെ ഉറക്കണം. എന്നിട്ട് വേണം, റൂം മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് മോൻ ഉറങ്ങി. ഇനി റൂമൊക്കെ ഒന്ന് ശരിയാക്കണം. മക്കൾ പോയതിൻ്റേതാട്ടോ ഇതൊക്കെ കാണുന്നത്. അവരൊന്നായിട്ട് അലങ്കോലാക്കിയിട്ടിട്ടാണ് പോവാറ്. പിന്നീട് അത് നല്ലൊരു പണി തന്നെയാണ്. അപ്പം അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് മടക്കിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിക്കട്ടെ.
അങ്ങനെ റൂമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാതും അലക്കാനുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. റൂമൊക്കെ ഒന്ന് തട്ടി വിരിച്ച് എല്ലാം അവിടെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുക്കളയിലുള്ള ബാക്കിയുള്ള പണിക്ക് പോട്ടെ. മോൻ ഉണർന്നു കഴിഞ്ഞാൽ ബാക്കി ഒരു പണിയും നടക്കില്ല. അവൻ ഉണരുന്നതിന് മുമ്പായിട്ട് തന്നെ പണി മുഴുവൻ തീർക്കണം. ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇളച്ചി ബിരിയാണിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളി തക്കാളിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാനുള്ള പണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവളും കൂടി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നതും. ഇമ്മ ചോറ് അവിടെ പുറത്തുണ്ടാക്കുന്നുണ്ട്. ചോറ് പുറത്താണ് വെക്കാറ്. ബാക്കിയുള്ളതെല്ലാം ഗ്യാസ് മേൽ അകത്താണ് വെക്കാറുള്ളത്. പുറത്ത് സദാ അടുപ്പാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വാട്ടുന്നതും കാര്യമൊക്കെ അകത്തുനിന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്റ്റൗവിലാണ് ചെയ്യുന്നത്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അണ്ടി മുന്തിരി ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി ഒരുപോലെ ഒഴിച്ചിട്ടാണ് അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നത്. ഇത് വറുത്ത് കോരിയതിന് ശേഷം ഇതിൽ തന്നെയാണ് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് ഇളച്ചി അപ്പുറത്ത് ഗരം മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അവളുടെ പേര് തൻസി എന്നാണ് കേട്ടോ. അപ്പോൾ അവളും എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ബിരിയാണിയിലോട്ടുള്ള മസാല നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു എണ്ണയിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുകയാണ്. 6 ഉള്ളിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 കിലോ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 6 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള സവോളയായിരുന്നു, അതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവോള നന്നായിട്ടൊന്ന് വഴന്ന് വന്ന സമയത്ത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസുള്ള 6 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം അത്യാവശ്യം ഒരു 1/4 കപ്പോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കേട്ടോ. അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് അധികം വേണ്ടെന്ന് കരുതിയിട്ടാണ്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 6ഓ 8ഓ ഒക്കെ ഇടാം കേട്ടോ. അപ്പം അതും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, ഇത്രയാണ് മസാലകളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം സുർക്ക കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പുറത്ത് കൊണ്ടുവെക്കുകയാണ് കേട്ടോ. ഇനി പുറത്താണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് വേവാനും ഉണ്ട്, നമുക്കൊന്ന് ദം ചെയ്യാനും ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഉമ്മ ചോറ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടുപ്പത്ത് തന്നെ ഇതും കൊണ്ടുവെക്കാമെന്ന് കരുതിയിട്ട് കൊണ്ടുവെക്കുകയാണ്. പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുപ്പത്ത് വലിയ ചെമ്പ് വെച്ചിട്ടുണ്ട്. 3 കിലോൻ്റെ ചെമ്പാണ് കേട്ടോ അത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മാറ്റുകയാണ്. ഇനി ഇതിലാണ് കേട്ടോ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ ചോറ് വെക്കും പോലെ വെള്ളത്തിൽ അരിയിട്ടിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ക്യാരറ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ചിക്കന് ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി പൊരിച്ചതുണ്ടല്ലോ, അതൊന്ന് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിൽ കിടന്നിട്ടൊന്ന് വെന്തോളും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇത് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി,
പിന്നെ മല്ലിയില അതുമെല്ലാം കൂടി ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്നെങ്കിൽ വെന്ത് കിട്ടിയപ്പോൾ അതിന് മുകളിലായിട്ട് ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചോറിട്ടിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി അതുപോലെ തന്നെ ഉള്ളി പൊരിച്ചതുണ്ടല്ലോ പിസ്ത അതുകൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും അതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ലെയറായിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിൽ നെയ്യൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ദം ചെയ്യാണ്. അപ്പോൾ മുകളിൽ ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് എയർ പോവാത്ത വിധത്തിൽ അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് കനൽ കുറച്ച് മുകളിൽ വെച്ചിട്ടുണ്ട്. ഒരു വെയിറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു 11-11:30 സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് കഞ്ഞി കുടിക്കുകയാണ്. അപ്പം അന്ന് 90 കഴിഞ്ഞിട്ടില്ല. 90 കഴിഞ്ഞവരെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടും കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തേങ്ങ ഇട്ടിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ. ഞാൻ സാധാരണ ഉലുവ കഞ്ഞിയാണ് കുടിക്കാറുള്ളത്. അന്ന് സമയമില്ലാത്തതുകൊണ്ട് സാധാ കഞ്ഞിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ടിട്ട് അത് കുടിക്കുകയാണ്. കുട്ടിക്ക് പാലുണ്ടാവാനൊക്കെ നല്ലതാണെന്ന് കരുതിയിട്ട്. അത് കഴിഞ്ഞ് തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുഡിംഗ് ഉണ്ടല്ലോ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി അണ്ടി ഒന്ന് അതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ലെയർ ആയിട്ട് അങ്ങനെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ കയറ്റി കേട്ടോ. ആ ഒരു സമയത്ത് എടുക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് ചോറ് വിളമ്പാണ് കേട്ടോ. ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തെൻസിയാണ് കേട്ടോ ചോറൊക്കെ ഒന്ന് വിളമ്പി എടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പുഡിങ്ങൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ക്രീമി പുഡിങ്ങാണ്. നമ്മൾ ഫുള്ളായിട്ട് ചൈനാഗ്രാസ് ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ടൈപ്പല്ല, ക്രീമി പുഡിംഗ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുൻപോന് ചോറൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ വീട് പണി നടക്കുന്നിടത്ത് പണിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയതായിരുന്നു രാവിലെ തന്നെ. പിന്നെ വരുന്നത് 3 മണിൻ്റെ സമയത്താണ്. അപ്പോൾ വരുന്ന വരവിൽ അവനുള്ള ഗിഫ്റ്റും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് ബർത്ത്ഡേ ഉള്ളത് അറിയാമെന്നല്ലാണ്ട് ഇവിടെ നമ്മൾ കേക്ക് മുറിക്കുന്നൊന്നും അവനറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവനവിടെ പറയാതെ ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു. കുഞ്ഞമ്മ വന്നപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് മുന്നിലുണ്ടായതുകൊണ്ട് അതൊക്കെ കൂടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ബാക്ക് കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ കേക്ക് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. അവന് കേക്ക് മുറിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം, പുഡിങ്ങൊക്കെ ഉണ്ടാക്കാം, അത് മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഇതാക്കി വെച്ചേക്കായിരുന്നു. ആ ഒരു സമയത്താണ് കേട്ടോ കുഞ്ഞുമോൻ പറയണത് കുഞ്ഞുമോൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്നുള്ളത്. ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ട്. അവർ കണ്ണൂരുകാരാണ്. ഞങ്ങൾ മുമ്പ് അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കാനും അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ കുഞ്ഞുമോൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേക്കും ബലൂണും സെറ്റപ്പും ഒക്കെ അവനറിയാതെ ചെയ്യാമെന്ന് കരുതിയിട്ട് മുകളിലാണ് കേട്ടോ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇളച്ചിനെയായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് അതവിടെ മുകളിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ കാണാതെ മുകളിലോട്ട് പോയതാണ് കേട്ടോ. പക്ഷേ ലശു അത് അറിഞ്ഞു കേട്ടോ. അവന് എന്തോ ഒരാവശ്യത്തിന് ഇളച്ചൻ താഴേക്ക് പോയപ്പോൾ അവൻ കണ്ടതാണ്. അപ്പോൾ അവന് അവരോടൊന്നും പറയാതെ വന്നിട്ട് അവനെ സഹായിക്കുകയാണ്. അപ്പം ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കി വരുന്നുണ്ട്. അവരൊരാൾ അറിഞ്ഞാൽ 3 പേരും അറിയും കേട്ടോ. അതുകൊണ്ട് ആരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അവരറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആകെ കൊള്ളാവുന്ന കരുതിയിട്ട്. അവന് പിന്നെ അറിഞ്ഞപ്പം പറഞ്ഞൊന്നുമില്ല കേട്ടോ. അവന് പറയൂല ഞാനിവിടെ സഹായിക്കാൻ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവനെ അവിടെ ഇളച്ചനെ സഹായിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. 3 പേരുണ്ട്. ഹസ്ബൻഡും അതിൻ്റെ താഴെയുള്ള ഇളച്ചനും. ഇവന് ചെറുതാണ് കേട്ടോ, ചെറിയ അനിയനാണ്. അപ്പോൾ 3 പേരും കൂടിയാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. ഇവനാണ് കേട്ടോ രണ്ടാമത്തെ ഇളച്ചന്, തെൻസിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അവനും അവിടെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ബെഡ്റൂമിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, മറ്റൊരു കാണണ്ടെന്ന് കരുതിയിട്ട്. ഇവർ തന്നെയാണ് കേട്ടോ മുകളിൽ എല്ലാതും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് താഴെയും അതുപോലെ തന്നെ നോക്കണ്ടായിരുന്നു. ഗസ്റ്റൊക്കെ വരാനുള്ളതല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് അതിൻ്റെ ജ്യൂസ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തെൻസിനെ സഹായിക്കാൻ അങ്ങോട്ടും പോവും. അതുപോലെ തന്നെ ഇത് എന്തായി നോക്കാൻ ഇങ്ങോട്ടും വരും. പിന്നെ മോനെ ഉണർന്നാൽ അതും പറ്റില്ല. അങ്ങനെ എല്ലാം കൂടിയിട്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ വന്നപ്പോഴത്തേക്കും അവരിതാ ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അപ്പം ഇവിടെ ഒരുക്കങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അവനെ വിളിക്കണം. അപ്പോൾ എന്ത് പറഞ്ഞ് വിളിക്കുമെന്ന് കുറേ ആലോചിച്ചു. ലക്ഷ്മിനോട് പറഞ്ഞ് ഇളച്ചൻ വിളിക്കുന്നുണ്ട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരാം അങ്ങനെ പറഞ്ഞൊക്കെയായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഗസ്റ്റും വരാണ്ടല്ലോ, അതുകൊണ്ട് ഗസ്റ്റ് വരും, അതുകൊണ്ട് എല്ലാവരും ഡ്രസ്സ് മാറ്റി നിന്നോ എന്ന് പറഞ്ഞിട്ട് 3 പേരും ഡ്രസ്സ് മാറ്റിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവന് ഡൗട്ട് വന്നിട്ടില്ല. പക്ഷേ അവനോട് മുകൾക്ക് കയറാൻ പറഞ്ഞപ്പോൾ അവന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ചിരിച്ചിട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ട് മേൽക്ക് കയറി വന്നു. അവനാകെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് അത് കണ്ടപ്പം ഇത്രത്തോളമൊന്നും അവന് പ്രതീക്ഷിച്ചിട്ടില്ല. അവന് ജസ്റ്റ് ഒരു കേക്ക് മുറിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞങ്ങളോട് പറഞ്ഞും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കരുതി ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒന്ന് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു. അപ്പോൾ എന്തായാലും അത് നല്ല ഉഷാറായിട്ട് തന്നെ നടന്നു. അവൻ കേക്കൊക്കെ മുറിച്ച് പിന്നെ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയിട്ടോ. പക്ഷേ അവർ ആ ഒരു സമയം എത്തൂല എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വേഗം കേക്ക് മുറി കഴിച്ചത്. അത് കഴിഞ്ഞ് സിദിലിഷ് അവരുടെ ഗിഫ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഇളച്ചിന് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അവനും കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഗിഫ്റ്റ് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി. അപ്പം ഇളച്ചനും തെൻസിയും കൂടെ അവർ പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ പൊളിക്കുന്നത്. അപ്പോൾ അതിൽ അവന് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പെയിൻറ്റിങ്ങിനുള്ള എന്തെങ്കിലും സാധനം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെയിൻറ്റിങ്ങുള്ള ബുക്കും അതുപോലെ തന്നെ പെയിൻറ്റും ഒക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് പൊളിച്ച് നോക്കുകയാണ്. അത് കഴിഞ്ഞ് ഇളച്ചൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതും പെയിൻറ്റിങ്ങിൻ്റെ പോലെ തന്നെ അവന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ബോക്സ് ആയിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓരോ കിറ്റ് ഓരോ ദിവസത്തിന് അങ്ങനെ ആയിട്ടായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് പൊളിച്ച് നോക്കി. അത് കഴിഞ്ഞ് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു ചൂടിലേക്ക് മാറി കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് എല്ലാവരുടെ ഒന്ന് ശരിയാക്കിയിട്ടോ നന്നാക്കി വെക്കാമെന്നൊക്കെ കരുതിയിട്ട് ഒക്കെ റെഡിയാക്കുന്ന തിരക്കിലായി. അവർ നിൽക്കുന്ന കരുതിയിട്ട് മുകളിലൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൂരെ ഒന്നും വരില്ല, അപ്പോൾ പിറ്റേ ദിവസം പോകുള്ളൂ എന്ന് കരുതിയിട്ട് എല്ലാവരും ഒന്ന് റെഡിയാക്കി. അപ്പോഴത്തേക്ക് അവർ എത്തി കേട്ടോ. കാക്ക അവരെ കൊണ്ടുപോകാൻ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് വഴി അറിയാത്തതുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നേ തന്നെ പോയിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ അവർക്ക് മാംഗോ ജ്യൂസാണ് കേട്ടോ കൊടുത്തത്. അത് കഴിഞ്ഞ് പലഹാരവും ചായയും കൊടുക്കാമെന്ന് കരുതി. അവർ നിന്നില്ല കേട്ടോ. മരുന്ന് നിസ്കരിച്ചതിന് ശേഷം അവർ പോയി. കുറേ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അവർ അന്ന് തന്നെ വന്ന് പോകാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. പക്ഷേ അത്രയും സമയം വൈകുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും അവർ ചായയൊക്കെ കുടിച്ചിട്ട് മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ടാണ് പോയത്. 2 ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫാമിലിയുടെ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. താജിക്ക എന്ന് പറയും. താജിക്കാൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. ആ ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസം അവിടെ അടുത്തൊക്കെയുള്ള ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. അവരിനിയും കണ്ണൂരിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അന്നത്തെ ഒരു ദിവസം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്